നമസ്കാരം, പത്തേമാരിയിലേക്ക് സ്വാഗതം. ഓണപ്പാട്ടുകൾ അവസാനിക്കുന്നില്ല. പാക്കനാരുടെ പിന്മുറക്കാരുടെ ഓണപ്പാട്ടുകൾ പാടിയാണ് ഇത്തവണ പത്തേമാരി തുടങ്ങുന്നത്. പാട്ടെന്നാൽ വെറും പാട്ടല്ല, കഥ പറയുന്ന പാട്ടുകൾ. പറഞ്ഞു പതിഞ്ഞ ഓണച്ചിന്തുകൾക്കപ്പുറമുള്ള മനുഷ്യരുടെ കഥ. അവരുടെ ഓണവിഭവങ്ങളും ഓണപ്പാട്ടുകളും ഓണക്കളികളുമെല്ലാം വ്യത്യസ്തമായിരുന്നു. പറയിപ്പറ്റ പന്തിരികുലത്തിലെ പാക്കനാരുടെ പിന്മുറക്കാർ. അവരുടെ ഓണപ്പാട്ടുകൾ കേട്ട് നമുക്ക് പത്തേമാരി തുടങ്ങാം. അരിയാരിയോ തിരിതിരിയോ മാവേലിയാം വരവതുണ്ടേ. അരിയാരിയോ തിരിതിരിയോ മാവേലിയാം വരവതുണ്ടേ. പാക്കനാരും വരവതുണ്ടേ. കോഴിക്കോട് എടക്കരയിലെ ഗിരീഷ് ആംബ്ര എന്ന കലാകാരൻ പാടുകയാണ്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻ പാട്ട് ഗവേഷകനുമാണ് ഗിരീഷ്. ഒപ്പം പാട്ടുകൂട്ടം നാട്ടുപാട്ടു കലാകാരന്മാരുമുണ്ട്. കേരളത്തിലെ ആദിമ സമൂഹത്തിന്റെ ഓണപ്പാട്ടുകൾ. തെക്കൻ കേരളത്തിൽ സാമ്പവരെന്നും മലബാറിൽ പറയരെന്നും വിളിക്കുന്നവർ. പറയിപ്പറ്റ പന്തിരികുലത്തിലെ പാക്കനാരുടെ പിന്മുറക്കാർ. പാക്കനാരില്ലാതെ അവർക്ക് മാവേലിയില്ല, ഓണവുമില്ല. പാക്കനാരെയും മാവേലിയെയും ഒരുമിച്ച് വരവേൽക്കുകയാണ് ഈ പാട്ട്. അരിയാരിയോ തിരിതിരിയോ മാവേലിയാം വരവതുണ്ടേ. തിരിതിരിയോ മാവേലിയാം വരവതുണ്ടേ. സമൂഹത്തിൻ്റെ സംസ്കാരം വ്യത്യസ്തമാണല്ലോ. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള സമൂഹങ്ങൾ, ജനസമൂഹങ്ങൾ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് ഓണത്തെ കൊണ്ടാടുന്നതും വരവേൽക്കുന്നതും. ഓണത്തെക്കുറിച്ച് സങ്കല്പം തന്നെ സമൂഹങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. എന്ന് വെച്ചാൽ പഴമയുടെ സമൂഹം അവിടെ മണ്ണുമായിട്ട് ജീവിച്ചവർ, മണ്ണുമായി ഇണങ്ങി ജീവിച്ചവർ. അവർക്ക് പ്രകൃതിയാണ് ഇവിടെ പാട്ട് നൽകിയത് പ്രകൃതിയാണ്. അതുകൊണ്ട് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള താതാത്മ്യം അവരുടെ ഓണപ്പാട്ടുകൾ നമുക്ക് കാണാം. പ്രധാനമായും അവരുടെ ജീവിതാനുഭവങ്ങളും വികാരങ്ങളും വിചാരവും ഒക്കെ തന്നെയാണ് ഓണപ്പാട്ടുകളിലും പ്രതികരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത അവരുടെ ഭാഷാപരമായുള്ള പ്രത്യേകത, ആലാപന രീതി അത് തനത് രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയ പാട്ടുകളാണ് പഴയ സമൂഹങ്ങൾക്ക് ഓണപ്പാട്ടുകൾ. ഇപ്പോഴത്തെ ലിഖിതമായ രീതിയിലുള്ള പാട്ടുകളല്ല. അതിന് അവർക്കൊരു സംഗീത സമ്പ്രദായമുണ്ട്, ആലാപന രീതിയുണ്ട്. പ്രത്യേകിച്ചും അനുഭവത്തിൻ്റെ സമ്പത്താണ് അവരുടെ പാട്ടുകളുടെ പ്രത്യേകത. വിഭവസമൃദ്ധമായ ഓണസദ്യയില്ല. അപ്പാച്ചിറയിൽ ഊറ്റിപ്പിടിച്ച മീനാണ് പ്രധാന വിഭവം. വയനാടൻ മഞ്ഞളും കാപ്പാടൻ തേങ്ങയും അരച്ചു വെച്ച വാലേട്ടയെക്കുറിച്ച് പാടുകയാണ്. അത്താത്തിനുച്ചേക്കൊരു പച്ചേക്കണ വെട്ടി ഏഴാക്കി ചീന്തിട്ടൊരൊറ്റാലും വച്ചേ പൂവേപ്പലി പൂവേപ്പലി. അപ്പാച്ചിറയില് മീനൂറ്റാൻ പോയേ മീന് വലിയൊരു വാലേട്ട കിട്ടിയേ പൂവേപ്പലി. സാധാരണ സമൂഹത്തിൻ്റെ ഓണരുചിയുടെ വൈവിധ്യങ്ങളാണ് ഈ പാട്ടിൽ തെളിയുന്നത്. പ്രധാനമായും മലബാറിലെ ഭക്ഷണ രുചിയാണ്. മലബാറിൻ്റെ രുചി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. വയനാടൻ മഞ്ഞൾ അരച്ചും കാപ്പാടൻ തേങ്ങ അരച്ചും ഉപ്പും മുളക് സമമായി ചേർത്തുകൊണ്ടുള്ള മീൻകറിയുടെ സ്വാദ്, അതാണ് ഈ പാട്ടിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കാഴ്ചപ്പാടിലെ ഓണത്തെ പറ്റി നമുക്ക് ആർഭാടമായ സദ്യയാണ്. ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഓണമാണല്ലോ സദ്യയൊക്കെ. എന്നാൽ ഇത്തരം സാധനങ്ങൾ മാത്രമേ കിട്ടാനുള്ളൂ. മീൻകറിയും അതിന് സമം ചേർത്തുള്ള രുചിഭേദങ്ങളും ചേർത്തിട്ടുള്ള ആ ഒരു ഓണസദ്യ. വാല് പിടിച്ച് വരമ്പാടടിച്ച് വെട്ടി മീനുക്കി ചേതുമ്പേലും പൊക്കിയേ പൂവേപ്പലി പൂവേപ്പലി. വയനാടൻ മഞ്ഞള് മുഴക്കരച്ച് കാപ്പാടൻ തേങ്ങ 18 കറിവെന്ത് കറിയുടെ മണവും പരന്നേ തെക്കും ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നേ. അന്ന് ആ ദിവസങ്ങളാണ് നല്ലൊരു ദിവസം, ഭക്ഷണം കഴിക്കുന്ന ദിവസം ഓണ ദിവസം മാത്രമാണ്. ഇങ്ങനെ ആണ്ട് വരുന്ന ദിവസം, ആണ്ടറതിയെ പറയാം. അപ്പോൾ ഓണം വിഷു ദിവസങ്ങളിൽ വരുന്ന സമയത്താണ് നല്ലൊരു ഭക്ഷണം ഉണ്ടാവുക. അന്ന്
വിഭവ സമ്പ്രദായമായിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാകുക. മറ്റു ദിവസങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോവുകയാണ്, രാവിലത്തെ ഭക്ഷണം കഴിച്ച് പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം ഉണ്ടാവുള്ളൂ. പിന്നെ പാടത്തേക്ക് പോവുകയാണ്, പാടത്ത് പോയിട്ട് വലയിലകൾ പണിയെടുത്ത് ഞാറ് നടലും അങ്ങനത്തെ പാട്ട് മറ്റു ഞാറ്റുപാട്ടും എല്ലാമായിട്ട്. പാടത്ത് പണിയെടുക്കുന്നവന്റെ ഓണത്തിന് മണ്ണിന്റെ ഗന്ധമാണ്. മുണ്ടകൻ പാടം വിളഞ്ഞ് നിരന്നു നിൽക്കുമ്പോൾ പാടവരമ്പിന്റെ ഓരത്താണ് കർഷക തൊഴിലാളിയുടെ ഓണം. ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. പൂക്കളും പൂക്കളങ്ങളും അന്നും ഇന്നും ഓണക്കാഴ്ചയിലുണ്ട്. പൂക്കൾ നിറമുള്ള മണമുള്ള പൂക്കൾ നന്മയുള്ള വിഭിന്ന മനുഷ്യരുടെ പ്രതീകങ്ങളാണെന്നതാണ്. പൂപ്പാട്ടുകൾ അങ്ങനെയാണ് നമുക്ക് രസകരമായി തോന്നുന്നത്. അപ്പോൾ പൂക്കൾ, വൈവിധ്യങ്ങളായ പൂക്കൾ ഓണപ്പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പാട്ട് വളരെ നാട്ടിൻപുറത്തെ പൂക്കൾ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പൂക്കളാണല്ലോ. നമ്മുടെ പൂക്കളൊന്നും പറമ്പിലുണ്ടാവേ, നമ്മുടെ തൊടികളും പറമ്പിലൊന്നും പൂക്കളില്ല. പക്ഷെ അന്നൊക്കെ തൊടിയിലുണ്ടാകുന്ന കുന്നിൻ പുറങ്ങളുണ്ടാകുന്ന താഴ്വാരങ്ങളുണ്ടാകുന്ന പൂക്കളൊക്കെ നുള്ളി കളമിട്ടുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ഓണം കൊണ്ടാടിയിരുന്നത്. പഴയ സംഭവങ്ങളൊക്കെ തന്നെ. മുണ്ടകൻ പാടം നരന്നു വിളഞ്ഞ മാടത്തിൻ്റെ ഒരത്തങ്ങോണം വന്നെത്തും, മുണ്ടകൻ പാടം നരന്നു വിളഞ്ഞ മാടത്തിൻ്റെ ഒരത്തങ്ങോണം വന്നെത്തും, ഒന്നാം കണ്ടം പൊടി പറന്നേ. പറയരുടെ ഓണത്തിന് വർണ്ണപ്പൊലിമയില്ല. കൊടകരയാറ്റിൽ കൂരിതുള്ളിയാലേ അവർക്ക് ഓണമുള്ളൂ. തിരുവോണത്തിന് അവർ കൂരക്കറി വെച്ചു. പപ്പടവും പായസവും വേണമെന്ന് ആഗ്രഹിച്ചു. ഓണപ്പാട്ടുകൾ കീഴാള സമുദായത്തിന്റെ നിറമില്ലാത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ല കുഞ്ഞാഞ്ഞേ, കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരുവോണം വന്നല്ല കുഞ്ഞാഞ്ഞേ. പപ്പടം വേണം പായസം വേണം തിരുവോണത്തിന് കുഞ്ഞാഞ്ഞേ, പപ്പടം വേണം പായസം വേണം തിരുവോണത്തിന് കുഞ്ഞാഞ്ഞേ, കുഞ്ഞാഞ്ഞേ. ഊഞ്ഞാലേ ഊഞ്ഞാലേ തിരുവോണത്തിനങ്ങുഞ്ഞാലേ, ഊഞ്ഞാലേ ഊഞ്ഞാലേ തിരുവോണത്തിനങ്ങുഞ്ഞാലേ, കുഞ്ഞാഞ്ഞേ. ഈ പാട്ടുകളിൽ മറ്റൊരോണമുണ്ട്. അരികുവത്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഓണസ്വപ്നങ്ങളുണ്ട്. ഇത് വെറും പാട്ടല്ല, നിശ്വാസത്തിൽ വിയർപ്പിന്റെയും വിശപ്പിന്റെയും ഗന്ധമുള്ളൊരു സമൂഹത്തിന്റെ ജീവിതമാണ്. പട്ടിണിയിലും അവർ കണ്ട ഓണസ്വപ്നങ്ങളാണ്. ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ, ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. വിത്തിട്ടു നിൽക്കും കറുമ്പി പെണ്ണാളെ അത്തം പിറന്ന ദിവസം കണ്ടാളെ, വിത്തിട്ടു നിൽക്കും കറുമ്പി പെണ്ണാളെ അത്തം പിറന്ന ദിവസം കണ്ടാളെ, ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. വിത്തിടും പാടം നിറച്ചമ്മേ കുത്തിടും നെല്ലുതെറിച്ചമ്മേ, വിത്തിടും പാടം നിറച്ചമ്മേ കുത്തിടും നെല്ലുതെറിച്ചമ്മേ, ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. ഓണക്കാലമെന്നാൽ പാലക്കാട് പല്ലശ്ശന ദേശക്കാർക്ക് മാവേലി സ്മരണ മാത്രമല്ല, പടയോട്ടത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വീരസ്മരണകൾ കൂടിയാണ്. ഓണത്തല്ല് നടത്തിയാണ് പല്ലശ്ശന ദേശക്കാർ ഈ സ്മരണ പുതുക്കുന്നത്. തിരുവോണത്തിനും അവിട്ടത്തിനും പല്ലശ്ശനയിൽ നല്ല ഓണത്തല്ല് നടക്കും. ഒരാൾ മറ്റൊരാളുടെ പുറത്ത് സർവശക്തിയുമെടുത്ത് ആഞ്ഞു തല്ലുകയാണ്. തല്ലുകൊണ്ടയാൾ അതേ ശക്തിയിൽ തിരിച്ചും തല്ലും. ഒരൊറ്റ തല്ല്, അത്രയേ പാടുള്ളൂ.
ചുറ്റും ആർപ്പുവിളികളും കയ്യടിയുമെല്ലാം കേൾക്കാം. ഒരു ദേശം മുഴുവനുണ്ട് തല്ല് കാണാൻ. ഇതാണ് പല്ലശനയിലെ ഓണത്തല്ല്. പല്ലശനക്കാർക്ക് ഓണത്തല്ല് പോർവിളികളുടെയും പടയോട്ടത്തിന്റെയും വീരസ്മരണ പുതുക്കലാണ്. പല്ലശനയിലെ കുരൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നതിന് രോഷാകുലരായ പല്ലശനക്കാർ ഒന്നാകെ കുതിരവട്ടത്ത് നായർക്കെതിരെ യുദ്ധം ചെയ്തുവെന്നാണ് വിശ്വാസം. അതിന്റെ യുദ്ധസ്മരണയാണ് ഓണത്തല്ല്. ഓണത്തല്ലിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടുരാജാവായ കുറൂർ നമ്പിടിയെ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അതിന് പ്രതികാരമായിട്ട് ദേശത്തിലെ വയസ്സ് ആയവരും കുട്ടികളും എല്ലാവരും ചേർന്ന് യുദ്ധത്തിന് പോകാൻ പോയി. ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി എന്നുള്ള നിലവിലും പോകാൻ തുടങ്ങി. പിന്നെ ഇതിനൊരു അറുതി വരണം എന്ന് പറഞ്ഞ് കുറൂർ നമ്പൂടിയും കുതിരവട്ടത്ത് നായരും സാമൂതിരി രാജാവിൻ്റെ സാമന്ത രാജാക്കന്മാരായിരുന്നു. അപ്പോൾ സാമൂതിരി രാജാവർക്ക് ഇവർ തമ്മിൽ യുദ്ധം ചെയ്താൽ എല്ലാം തന്നെ മോശമായിട്ട് വരും കാര്യങ്ങൾ. അപ്പോൾ സാമൂതിരി രാജാവ് ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ രാജാവിനെ നഷ്ടമായി. ആ രാജാവിൻ്റെ സ്ഥാനത്ത് ഞാൻ തന്നെ പൂജ ചെയ്ത് കൊണ്ടുവരുന്ന ബാലുശ്ശേരി കോട്ടയിൽ പൂജ ചെയ്യുന്ന ഞങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾക്ക് രാജാവായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഒരു പ്രതിഷ്ഠ നടത്തി അമ്പലമുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് നല്ലത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ രാജാവിനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് കേട്ടിട്ട് അപ്പോൾ ബാക്കിയുള്ള യുദ്ധത്തിൽ ബാക്കിയായ ആൾക്കാർ അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഐതിഹ്യം. അങ്ങനെ ആ കൊണ്ടുവന്ന വിഗ്രഹം തോട്ടങ്കര ചെറുവീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവിടുന്ന് ആൾക്കാർ കച്ചകെട്ടി ഇങ്ങോട്ട് വരുന്നു. പാലഞ്ചേരി വീടെന്ന് പറയും. ആ വീട്ടിൽ അവർക്ക് ഭസ്മക്കുറിയെല്ലാം ഇട്ട് യുദ്ധസന്നാഹത്തോടു കൂടി തന്നെ അതിനെ യുദ്ധസന്നാഹമായിട്ട് കരുതേണ്ട വിധത്തിൽ അവർ ചടങ്ങ് നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. രണ്ട് ദിവസങ്ങളിലായാണ് ഓണത്തല്ല് നടക്കുക. തിരുവോണത്തിനും അവിട്ടത്തിനും. വേട്ടക്കുരുമകൻ ക്ഷേത്രം, തല്ലുമന്തം, പഴയകാവ് മൈതാനം എന്നിവിടങ്ങളിലാണ് ഓണത്തല്ല് നടക്കുക. തിരുവോണത്തിന് തല്ലുമന്തത്ത് വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിലും പഴയകാവിൽ മന്നാടിയാർ സമുദായത്തിന്റെ നേതൃത്വത്തിലും തല്ല് നടക്കും. കുട്ടികളുടെ നേർച്ചത്തല്ലും തിരുവോണത്തിനാണ്. അവിട്ടം നാളിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് മുന്നിൽ നായർ സമുദായങ്ങളുടെ നേതൃത്വത്തിലാണ് തല്ല്. തിരുവോണ നാളിൽ തല്ലുമന്തത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ വേദിയിൽ കയറി നിന്നാണ് തല്ല് നടക്കുക. ഇവിടെ നടക്കുന്ന തല്ലിൽ 1 കുടി 7 കുടി ദേശക്കാരാണ് പങ്കാളികളാവുക. തല്ലുന്നവർ തല്ലുമന്തത്ത് നിരയോട്ടം നടത്തും. അതിനുശേഷമാണ് ഓണത്തല്ല്. കുടുംബക്കാരുടെ 2 ചേരികളായി വന്ന് ആദ്യം 7 കുടിക്കാർ വന്ന് മൈതാനത്ത് വന്ന് തിരയോട്ടം നടത്തി ആർപ്പ് വിളിച്ച് ഒരു ഭാഗത്ത് നിൽക്കുകയും പിന്നീട് 1 കുടിക്കാർ വന്ന് അവരും തിരയോട്ടം നടത്തി ആർപ്പ് വിളിച്ച് ഒരു ഭാഗത്ത് നിൽക്കുകയും 2 കുടുംബക്കാരും കൂടി ചേർന്ന് നിന്ന് തിരയോട്ടം നടത്തി കൂട്ടാർപ്പുകളുടെ കൂടി നിന്ന് സമാപിച്ച് പിന്നെ കുടുംബക്കാരും കൂടി ഓണത്തല്ലിന് തുടക്കം കുറിക്കുന്നു. ഈ തുല്യ പ്രായക്കാരായ ഇരു കുടുംബത്തിലെയും ആൾക്കാർ 2 പേര് ജോഡിയായി ഇരുന്ന് ഓണത്തല്ല് ഒരാൾ കാരണവരുടെ സാന്നിധ്യത്തിൽ മുതുകത്ത് ഓണത്തല്ല് തല്ലുകയും ദൂയ് എന്ന് വിളിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2 കുടുംബക്കാരുടെ വകയായിട്ട് തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു യുദ്ധസ്മരണയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ നാട്ടുരാജാവിനെ ചതിച്ചു വന്ന സാമൂതിരിയെ പ്രതികരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ് യുദ്ധത്തിന് എന്നുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് നടത്തി വരികയാണ്.
ഇരുദേശങ്ങളിലെയും സമാന ശരീരപ്രകൃതിയുള്ളവർ തമ്മിലാണ് തല്ല്. തല്ലു കൊള്ളുന്നയാൾ കൈകൾ രണ്ടും ഉയർത്തി ഒരു കാൽ മുന്നോട്ട് വെച്ച് കൂട്ടിപ്പിടിക്കാരുടെ കൈകൾ കോർത്തു പിടിച്ച് പുറം തിരിഞ്ഞു നിൽക്കും. ദേശത്തിലെ കാരണവന്മാർ ഇയാളുടെ കണ്ണുപൊത്തി നെഞ്ച് താങ്ങിപ്പിടിക്കുന്നതോടെ എതിരാളി പുറത്തു തല്ലും. തല്ലുകൊണ്ടയാൾ പിന്നീട് അതേ രീതിയിൽ തല്ലിയാളുടെ പുറത്തും ആഞ്ഞു തല്ലും. അവിട്ടം നാളിൽ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് തല്ല്. നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിൽ പങ്കാളിയാവുക. തല്ലിന്റെ രീതിയെല്ലാം ഒരുപോലെ തന്നെ. കിഴക്കുമുറി പടിഞ്ഞാമുറി ദേശക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തല്ലിന് മുന്നോടിയായി സമുദായത്തിലെ കാരണവരുടെ നേതൃത്വത്തിൽ പ്രദക്ഷിണം നടക്കും. തുടർന്നാണ് തല്ല് നടക്കുക. ഈ ഭാഗത്തു നിന്ന് പടിഞ്ഞാമുറിയിൽ നിന്ന് വരുന്നത് ഈ ആയോജന കലയുടെ നായകനെന്ന് പറയുന്നത് പണ്ട് ഹനുമാനാണ് എന്നാണ്. ഹനുമാനെ പൂജിച്ച് ഇവിടെ ഒരു വീട്ടിൽ ഈ ഹനുമാനെ പൂജിക്കുന്നുള്ളൂ വെച്ച് ആ ഹനുമാനെ പൂജിക്കുന്ന ആ വീട്ടിൽ നിന്ന് ആണ് കച്ച കെട്ടി വസം ധരിച്ച് വരുന്നത്. ഇപ്പുറത്ത് ഈ ഒരു ഇതിൽ തന്നെ രണ്ടായി വരുന്നു. ഞങ്ങളുടെ ദേശവഴി ദേശത്തിൻ്റെ അധിപന്മാർ നാഞ്ചാത്തിയും പതികാട്ടിലും. അപ്പോൾ നാഞ്ചാത്ത വീട്ടിലുള്ള അവിടുന്നും ഒരു വിഭാഗം അവരുടെ കൂടെയും ആ രണ്ട് നായകന്മാർ അവരാണ് ഈ പൊന്തി പിടിച്ച് അവർ ആ നായകത്വം വഹിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ ഭാഗത്തുനിന്ന് കിഴക്കുമുറിയിൽ നിന്ന് വരുന്നത് വേട്ടക്കരുവനെ എൻ്റെ പ്രതീകമായി കറുത്ത കച്ച കെട്ടി തോട്ടക്കര ചെറുവീട്ടിൽ നിന്ന് വരികയും ഇവിടെ നായകത്വം വഹിച്ചവരുടെ പ്രതിനിധികൾ പൊന്തി പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് തല്ല് നടത്തുന്നത്. അല്ല, അത് എത്ര ജോഡിയുണ്ടോ അത്രയും ജോഡികളെ തല്ലിപ്പിച്ചിട്ടേ ഇവിടെ അവസാനിക്കുള്ളൂ. തല്ലിന് ശേഷം വള്ളിച്ചാട്ടവും കുളംചാട്ടവും ഉണ്ടാകും. കുളി കഴിഞ്ഞ് ഈറനോടെ ശയനപ്രദക്ഷിണം നടത്തിയാണ് യോദ്ധാക്കൾ മടങ്ങുക. പല്ലശന ദേശക്കാർ തിരക്കുകൾ മാറ്റിവെച്ച് നാട്ടിലെത്തും. ഓണത്തല്ല് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ചടങ്ങല്ല. അത് നാട് ഏറെ സ്നേഹിച്ചിരുന്ന നാടുവാഴിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കലാണ്.